നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾക്ക് മുമ്പ് ലഭിച്ചിരുന്ന LPG ഗ്യാസ് സബ്സിഡി വീണ്ടും ലഭിക്കുകയാണ്. 350 രൂപ വരെയായിരിക്കും നമുക്ക് അക്കൗണ്ടിൽ ലഭിക്കുക. അതിന് നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും രൂപത്തിലുള്ള അപേക്ഷകൾ നൽകണോ? ഏത് മാസം മുതലായിരിക്കും നമുക്ക് LPG സബ്സിഡി ലഭിക്കുക? ഈ KYC പൂർത്തിയാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ഓണർഷിപ്പുള്ള ആളുകൾ വിദേശത്താണെങ്കിൽ എങ്ങനെയാണ് ഈ KYC പൂർത്തിയാക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കറിയാം, ഏകദേശം 8 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഗ്യാസിന് സബ്സിഡി ലഭിച്ചിരുന്നു. അതിന് മുമ്പ് നമുക്ക് സബ്സിഡി തുക കഴിച്ചുള്ള പണം മാത്രമായിരുന്നു നമ്മൾ നൽകിയിരുന്നത്. 400-300 രൂപ ഗ്യാസ് നൽകുന്ന സമയത്ത് നമുക്ക് സബ്സിഡി തുക കുറച്ചുള്ള പണമാണ് നമുക്ക് ലഭിച്ചിരുന്നത്. പിന്നീട് സർക്കാർ ഒരു നയപരമായ തീരുമാനമെടുത്തു. സബ്സിഡി നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള തീരുമാനപ്രകാരം ഗ്യാസിന് നമ്മൾ ആദ്യം മുൻകൂട്ടി പണം ഫുള്ളായിട്ട് അടക്കുകയും അതിനുശേഷം നമുക്ക് ഗ്യാസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 350 രൂപ വരെയുള്ള സംഖ്യ നമ്മുടെ അക്കൗണ്ടിൽ വരികയും ചെയ്തിരുന്നു. പിന്നീട് പതുക്കെ ഈ സബ്സിഡി സർക്കാർ ഇല്ലാതാക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഈ സബ്സിഡിയുമായി സർക്കാർ വീണ്ടും വരികയാണ്. കേന്ദ്ര സർക്കാരാണ് ഈ സബ്സിഡി നമുക്ക് നൽകുക. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് KYC പൂർത്തിയാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു റേഷൻ കാർഡിന് 2 ഗ്യാസ് കുറ്റികളായിരുന്നു നമുക്ക് ലഭിക്കുക. എന്നാൽ ഒട്ടുമിക്ക ആളുകളും ഒരുപാട് കുറ്റികൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റാളുടെ കുറ്റികളെല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ സബ്സിഡി നൽകുന്നതിന് മുമ്പായി തന്നെ ഈ KYC പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത്. ഒട്ടുമിക്ക ആളുകളും ഇതിനോടകം തന്നെ ഈ KYC പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയും KYC പൂർത്തിയാക്കാത്ത ആളുകൾ പെട്ടെന്ന് തന്നെ KYC പൂർത്തിയാക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസി ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് KYC പൂർത്തിയാക്കാൻ സാധിക്കും. ആധാർ കാർഡ്, അതുപോലെ തന്നെ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, ആരുടെ പേരിലാണോ ആ ഗ്യാസ് സബ്സിഡി ഉള്ളത് ആ വ്യക്തി നേരിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ KYC പൂർത്തിയാക്കുകയും നിങ്ങളുടെ ഫോണിലേക്ക് OTP അതുപോലെ തന്നെ നിങ്ങൾ ഫിംഗർ പ്രിൻ്റ് എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ KYC പൂർത്തിയാക്കും. ഇനി അന്ന് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവർ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു. ഗ്യാസിൻ്റെ ഓണർ പ്രത്യേകിച്ച് വീട്ടിലുള്ള ആളുകളായിരിക്കും. അവർ വിദേശത്ത് ആയതുകൊണ്ട് തന്നെ സബ്സിഡി ലഭിക്കില്ല. അതുപോലെ തന്നെ KYC പൂർത്തിയാക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ആളുകൾ ആദ്യം അതിൻ്റെ ഓണർഷിപ്പ് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ആരുടെ പേരിലാണ് ഓണർഷിപ്പ് മാറ്റുന്നത് അവരുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, ഒരു കോപ്പി ഫോട്ടോ, അതുപോലെ തന്നെ നിലവിൽ ആരുടെ പേരിലാണ് ഗ്യാസിൻ്റെ ഓണർഷിപ്പ് ഉള്ളത് അവരുടെ ആധാർ കാർഡിൻ്റെയും ഓണർഷിപ്പ് മാറ്റാൻ സമ്മതപ്രകാരമുള്ള ഒരു വെള്ള പേപ്പറിൽ എഴുതിയ സമ്മതപത്രവുമായി നിങ്ങൾ ഗ്യാസ് ഏജൻസിയുടെ പക്കൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അവർ ഓൺലൈനിൽ നിന്ന് മാറ്റിത്തരും. അങ്ങനെ മാറ്റിക്കഴിഞ്ഞതോടൊപ്പം തന്നെ നിങ്ങളുടെ KYC പൂർത്തിയാക്കുകയും ചെയ്യും. ആൾ മരണപ്പെടാതെയാണ് മാറ്റുന്നതെങ്കിൽ ചെറിയ രൂപത്തിലുള്ള അതിൻ്റെ ഒരു ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ആ ഫീസ് കൂടി നമ്മൾ അടയ്ക്കേണ്ടി വരും. അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് സബ്സിഡി ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. നമുക്കറിയാം, നിയമസഭാ ഇലക്ഷന് മുമ്പായി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കും. മാസം 350 രൂപയായിരിക്കും നമുക്ക് സബ്സിഡി ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അടുത്ത മാസം മുതൽ തന്നെയായിരിക്കും നമുക്കിത് ലഭിക്കുക. മാസം 9 കുറ്റികൾ ഉപയോഗിക്കുന്ന ആളുകൾക്കായിരിക്കും ഈ ഒരു സബ്സിഡി ലഭിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. അത് ചിലപ്പോൾ സബ്സിഡി നമ്മുടെ അക്കൗണ്ടിൽ വരികയോ അതല്ലെങ്കിൽ സബ്സിഡി കുറച്ചുള്ള തുക നമ്മൾ നൽകുകയായിരിക്കും ചെയ്യുക. ഏതായാലും വരും ദിവസങ്ങൾ തന്നെ ഇതിൻ്റെ കൂടുതൽ ഔദ്യോഗികമായ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.